ഇവിടെ ഒരു ആൺകുട്ടി അമ്മ അച്ഛന്റെ പോക്കറ്റിൽ നിന്നും പണം മോഷ്ടിക്കുന്നത് കാണുന്നു. അവനത് കണ്ടതുകൊണ്ട് തന്നെ അമ്മ അവനോട് നിനക്ക് ഞാൻ കുറച്ച് പണം തരാം, ഈ കാര്യം നീ അച്ഛനോട് പറഞ്ഞേക്കരുത് എന്ന് പറയുന്നു. അവനും അതിന് സമ്മതിക്കുന്നു. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാകുന്നത്. ഈ ലോകത്ത് മനുഷ്യന് കള്ളം പറയും, പക്ഷേ കണ്ണുകൾ ഒരിക്കലും കള്ളം പറയില്ല. അങ്ങനെ അവന്റെ ഉള്ളിൽ കണ്ണുകളെ കുറിച്ച് വളരെ ആകാംക്ഷകൾ നിറയുകയാണ്. അവന്റെ ക്ലാസ്സിൽ കണ്ണുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പാഠം ഉണ്ടായാൽ അവൻ അത് വളരെ ശ്രദ്ധയോടെയാണ് പഠിക്കുന്നത്. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഹീറോ ഒരു കണ്ണു ഡോക്ടറായി മാറുന്നു. അതുകൂടാതെ അവർ മറ്റുള്ളവരുടെ രഹസ്യങ്ങളും അവരുടെ ജീവിത കഥകളും അറിയുന്നത് വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ഹീറോ ക്ലിനിക്കിലേക്ക് പോകാൻ ലിഫ്റ്റിൽ കയറുന്നു. അവിടെ ഒരാൾ ഫോണിൽ രഹസ്യമായി എന്തോ സംസാരിക്കുകയാണ്. അവന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവുന്നു. അവന്റെ നോട്ടം കണ്ട് അയാൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അതിനുശേഷം അവൻ പാർക്കിങ്ങിലോട്ട് പോകുന്നു. കാർ എടുക്കാൻ വരുമ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റി അവനോട് 100 രൂപ ചോദിക്കുന്നു. അവൻ അത് കൊടുത്തതിന് പകരമായി അയാൾ ആ ഫ്ലാറ്റിൽ നടക്കുന്ന രഹസ്യങ്ങളൊക്കെ അവന് പറഞ്ഞു കൊടുക്കുന്നു. ഹീറോ ക്ലിനിക്കിൽ എത്തുമ്പോൾ അവന്റെ ഒരു അസിസ്റ്റന്റ് അവിടെയുള്ള പേഷ്യൻസിനോട് ക്രൈം കഥകൾ പറഞ്ഞ് ഭയപ്പെടുത്തുകയായിരുന്നു. അതേസമയം തന്നെ അവിടെ തന്നെ ജോലി ചെയ്യുന്ന കവിത എന്ന പെൺകുട്ടി സുഖമില്ല, ഇന്ന് കുറച്ച് വൈകുമെന്ന് പറഞ്ഞു വിളിക്കുന്നു. ക്ലിനിക്കിലെത്തിയ ഹീറോയുടെ അടുത്ത് ഒരു അമ്മ തന്റെ മകളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവളുടെ കണ്ണുകൾ അതിയായി ചുവന്നിരുന്നു. ഡോക്ടർ പരിശോധന നടത്തുന്നതിനിടെ ആരും അറിയാതെ ആ കുട്ടിയുടെ കണ്ണിൽ നിന്നും ഒരു സാമ്പിൾ എടുത്തു സൂക്ഷിക്കുന്നു. ഇങ്ങനെ അവിടെ വരുന്ന പല പേഷ്യന്റുകളുടെയും കണ്ണിൽ നിന്നുമെല്ലാം ഇങ്ങനെ സാമ്പിളുകൾ ശേഖരിച്ചു വെക്കുന്നു. എല്ലാം ശേഖരിച്ചതിനു ശേഷം അവൻ ഒരു മുറിയിൽ കയറി വാതിലടയ്ക്കുന്നു. ആ മുറിക്കുള്ളിൽ തന്നെ മറ്റൊരു രഹസ്യമുറിയും ഉണ്ടായിരുന്നു. ആ രഹസ്യമുറിയിൽ എല്ലാവരുടെയും കണ്ണിലെ സാമ്പിളുകൾ ഗ്ലാസ് കുപ്പിയിൽ സൂക്ഷിച്ചിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു ഭാഗത്തൊരു യുവതി കുളിച്ച് ഭംഗിയായി ദോശയൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കും അവളുടെ ഭർത്താവായ ഗൗരി ശങ്കറിനുമിടയിൽ 25 വയസ്സിന്റെ പ്രായ വ്യത്യാസമുണ്ട്. അയാൾ അടുത്തു തന്നെയുള്ള ഒരു സ്കൂളിൽ ടീച്ചറായിരുന്നു. എല്ലാം സന്തോഷകരമായിരുന്നാലും ഇരുവർക്കും ഒരു വേദന ഉണ്ടായിരുന്നു. അവർക്കൊരു കുഞ്ഞില്ല. പെട്ടെന്ന് അവരുടെ വീടിന്റെ വാതിലിൽ ആരോ വന്ന് തട്ടു. തുറന്നു നോക്കുമ്പോൾ അടുത്ത വീട്ടിലെ സ്ത്രീയായിരുന്നു അവർ. അപ്പോൾ തന്നെ ജോലിക്ക് പോകാനുണ്ട് എന്ന് പറഞ്ഞ് ഗൗരിശങ്കർ അവിടെ പോയതിനു ശേഷം ആ സ്ത്രീ പരിഹസിച്ച് അവരുടെ പ്രായ വ്യത്യാസത്തെ കുറിച്ച് ദേഷ്യം വന്ന് അവൾ വാതിൽ അടച്ചുപൂട്ടുന്നു. പിന്നീട് ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയെ. അവൻ രാത്രി ആയപ്പോൾ അവന്റെ രഹസ്യമുറിയിലേക്ക് പോകുന്നു. അവിടെ ഓരോ കുപ്പികളിൽ പേഷ്യന്റ് കണ്ണിൽ നിന്നെടുത്ത സാമ്പിളും അവരുടെ പേരുകളും എഴുതി വെച്ചിരുന്നു. ഒരു പ്രത്യേക ഗ്ലാസ് ഉപയോഗിച്ച് ആ സാമ്പിളുകൾ അതിൽ വെച്ചാൽ അവരുടെ കണ്ണിലൂടെ അവർ കാണുന്നതെല്ലാം കുറച്ചു നേരം അവന് നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു സംവിധാനം അവൻ കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യം അവൻ അമ്മയോടൊപ്പം വന്ന ആ ചെറിയ പെൺകുട്ടിയുടെ കണ്ണിലൂടെ കാണുന്നു. അവളുടെ അമ്മ അവൾക്കായി ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നു. അതിലൊരു പുതുതായി വാങ്ങിയ ഡ്രസ്സാണ്. ആ കുട്ടി ആ ഡ്രസ്സ് ധരിച്ചു നോക്കാൻ പഴയ ഡ്രസ്സ് മാറ്റാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ഹീറോ ഇത് കാണേണ്ടതില്ല എന്ന് പറഞ്ഞ് ആ ഗ്ലാസ് മാറ്റുന്നു. അങ്ങനെ മറ്റൊരു പേഷ്യന്റിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അയാൾ കഠിനമായ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നതായി അവൻ കാണുന്നു. ഇങ്ങനെ ഓരോരുത്തരും എന്തെല്ലാം ചെയ്യുന്നു എന്നത് അവൻ ആ കണ്ണാടിയിലൂടെ കാണുന്നു. ഒരു ദിവസം ഈ ഗവേഷണത്തിലൂടെ ന്യൂട്ടനേക്കാൾ വലിയ ശാസ്ത്രജ്ഞനാവുമെന്ന് ലോകം മുഴുവൻ താൻ അറിയപ്പെടുമെന്നും അവൻ സ്വപ്നം കാണുന്നു. ഇതിനിടെ കഥ 3 വർഷം മുമ്പിലേക്ക് പോകുന്നു. 3 വർഷം മുമ്പ് നമ്മുടെ ഹീറോ ജർമ്മനിയിൽ വെച്ച് ഈ ഉപകരണം ഉണ്ടാക്കാൻ എത്ര കഷ്ടപ്പെട്ടു എന്നാണ് കാണിക്കുന്നത്. ആദ്യം ഒരു പ്രൊഫസർ അവന് പിന്തുണ നൽകുന്നുണ്ടെങ്കിലും പിന്നീട് അയാൾ ഫണ്ടിംഗ് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പ്രൊജക്ട് നിർത്താൻ ആവശ്യപ്പെടുന്നു. ആ വേദനയിൽ അവൻ ഞാൻ ഒരു ദിവസം ജയിച്ചു കാണിക്കുമെന്ന് ഉറപ്പിക്കുന്നു. പെട്ടെന്നാണ് അവൻ ഇപ്പോൾ ഫണ്ടിംഗ് ചെയ്യുന്ന ആൾ അവനെ വിളിച്ച് റെഡിയായോ എന്ന് ചോദിക്കുന്നത്. അതിന് അവൻ 8 മിനിറ്റ് വരെ കാണാം എന്ന് പറയുന്നു. അപ്പോൾ അയാൾ എനിക്ക് 8 മിനിറ്റ് വേണ്ട 8 മണിക്കൂർ വേണം, അത് റെഡിയാക്കാൻ വേണ്ടി പറയുന്നു. അതിനവൻ എനിക്ക് കുറച്ചുകൂടെ സമയം വേണമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. അതേസമയം മാധവി എന്ന സ്ത്രീയെ കാണിക്കുന്നു. അവൾ വളരെ നല്ല ഭംഗിയിൽ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്ന ആളാണ്. അവളുടെ കണ്ണാടി ഒടിഞ്ഞതിനാൽ അവൾക്ക് ശരിയായി കാണാൻ കഴിയുന്നില്ല. എന്നാലും വളരെ ബുദ്ധിമുട്ടി അവൾ ജോലി ചെയ്യുന്നു. അപ്പോഴാണ് അവളുടെ ഭർത്താവ് ഗൗരി ശങ്കർ ജോലി നഷ്ടപ്പെട്ട് വീട്ടിലേക്ക് വരുന്നത്. ഞാൻ ജോലി ചെയ്തിരുന്ന സ്കൂളിൽ ഒരു പുതിയ സിസ്റ്റം വരുന്നു, അതുകൊണ്ട് എന്നെ ഒഴിവാക്കിയെന്ന് അവൻ വേദനയോടെ പറയുന്നു. അവന്റെ കയ്യിൽ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ മാധവി ആ കത്ത് വായിക്കാൻ ശ്രമിക്കുമ്പോൾ അവളുടെ കണ്ണാടി ഒട്ടുന്നതിനാൽ അവൾക്ക് ശരിയായി വായിക്കാൻ കഴിയുന്നില്ല. അവർ അതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. പക്ഷെ അവർ അവിടെ എത്തുമ്പോഴേക്കും സമയം കഴിഞ്ഞിരുന്നു. ഇന്നിനി പേഷ്യൻസിനെ കാണില്ല എന്ന് ഡോക്ടർ തറപ്പിച്ച് പറയുന്നു. പുറത്തേക്ക് പോകുമ്പോൾ പുറത്തു കാത്തു നിൽക്കുന്ന മാധവിയെ ഡോക്ടർ കാണുന്നു. അവളുടെ സൗന്ദര്യത്തിൽ അവൻ അപ്പോൾ തന്നെ ഫ്ലാറ്റ് ആകുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവളോട് അകത്തോട്ടേക്ക് വരാൻ വേണ്ടി പറയുന്നു. അപ്പോൾ മാത്രമാണ് അവൻ പിന്നിലിരിക്കുന്ന ഗൗരി ശങ്കറിനെ കാണുന്നത്. അപ്പോഴാണ് അവൾ വിവാഹിതയാണെന്ന കാര്യം മനസ്സിലാകുന്നത്. അകത്തോട്ട് വന്ന മാധവിയുടെ കണ്ണ് പരിശോധിച്ച് ഡോക്ടർ അവളുടെ കണ്ണിൽ നിന്നും സാമ്പിൾ എടുക്കും. അതുകൂടാതെ അവളുടെ ഭർത്താവായ ഗൗരി ശങ്കറിന്റെ കണ്ണിൽ നിന്നും അവനൊരു സാമ്പിൾ എടുത്തു വെക്കുന്നുണ്ട്. ശേഷം രണ്ടുപേരുടെയും കണ്ണാടിയും റെഡി ചെയ്ത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വീട്ടിലേക്ക് അയക്കുന്നു. രാത്രിയായപ്പോൾ ഡോക്ടർ തന്റെ രഹസ്യമുറിയിലേക്ക് പോകുന്നു. അയാൾ തന്റെ ഡിവൈസിൽ മാധവിയുടെയും ഗൗരിശങ്കറിന്റെയും സാമ്പിൾ വെക്കുന്നു. ഇപ്പോൾ അവൻ അവരുടെ കണ്ണുകളിലൂടെ കാണാം. മാധവി വീട്ടിൽ കണ്ണാടിയുടെ മുന്നിൽ മേക്കപ്പ് ചെയ്ത് കിടക്കാൻ പോവുകയാണ്. അവളെ കാത്തിരിക്കുന്ന ഗൗരിശങ്കറിനെ കണ്ടപ്പോൾ അവൻ കടുത്ത അസൂയ തോന്നുന്നു. ഇതൊക്കെ ഞാനെന്തിനു കാണണം എന്ന് ചിന്തിച്ച് അവൻ അത് മാറ്റിവെക്കുന്നു. അടുത്ത ദിവസം അവൻ ആ സാമ്പിൾ ഉപയോഗിച്ച് ഗൗരിശങ്കറിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അവൻ സ്കൂളിന്റെ മുന്നിൽ മറ്റൊരാളോട് ദേഷ്യപ്പെടുകയാണ്. ശേഷം അയാൾ ബൈക്ക് എടുത്തു പോകുന്നതും കാണുന്നു. ഇതെല്ലാം ആ ഡോക്ടർ മനസ്സിൽ നോട്ട് ചെയ്തു വെക്കുന്നുണ്ട്. അടുത്ത ദിവസം വീണ്ടും അവൻ മാധവിയുടെ കണ്ണുകളിലൂടെ നോക്കുന്നു. അവൾ വീട്ടിലിരുന്ന് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുകയാണ്. അടുത്തതായി അവൻ ഗൗരിശങ്കറിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അവൻ ഡോക്ടറുടെ അസിസ്റ്റന്റായ കവിതയുടെ സഹോദരിക്ക് ട്യൂഷൻ എടുക്കുന്നതായി കാണുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഒരു ദിവസം രാത്രി മാധവിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അവൾ വസ്ത്രം മാറി ഭർത്താവ് ഉറങ്ങിയിട്ടുണ്ടോ എന്നുറപ്പാക്കി മുഖം മറച്ച് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നതായി കാണുന്നു. ഇവൾ എന്തിനാണ് ഇങ്ങനെ രഹസ്യമായി പോകുന്നത് എന്ന് അവൻ സംശയിക്കുന്നു. അവളാണെങ്കിൽ അവിടെ നിന്നും ഇറങ്ങി മറ്റൊരാളോട് സംസാരിക്കുകയാണ്. അവർ രണ്ടുപേരുമാണെങ്കിൽ വളരെ രഹസ്യമായിട്ടായിരുന്നു സംസാരിക്കുന്നത്.
നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അവർ പറയുന്നതൊന്നും തന്നെ കേൾക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അയാൾ അവളുടെ അഫെയർ ആണെന്ന് അവൻ ഉറപ്പിക്കുന്നു. അവൾ മറ്റൊരു ബന്ധത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോ വളരെ വിഷമിക്കുന്നു. അവൻ വീണ്ടും ഗൗരീശങ്കറിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ മാധവി കയ്യിലൊരു ചെറിയ മൺവെട്ടിയുമായി ഗൗരീശങ്കറിന്റെ അടുത്തേക്ക് വരുന്നതായി കാണുന്നു. അവൾ ആ മൺവെട്ടി ഉപയോഗിച്ച് അവന്റെ കഴുത്തിൽ വീണ്ടും വീണ്ടും കുത്തുന്നു. ഇതൊക്കെ നമ്മുടെ ഹീറോ വളരെ നെട്ടലോടെയാണ് കാണുന്നത്. ഗൗരീശങ്കർ കൊല്ലപ്പെട്ട ഭയം മൂലം ഡോക്ടർ ബോധം കെട്ട് വീഴുന്നു. രാവിലെ ക്ലിനിക്കിന്റെ ഷട്ടർ തുറന്നു കിടക്കുന്നത് കണ്ട് അസിസ്റ്റന്റ് അകത്തേക്ക് കടക്കുന്നു. അവൻ ക്ലിനിക്കിന്റെ അകത്തേക്ക് കടന്നെങ്കിലും അവിടെ എവിടെയും ഡോക്ടറെ കാണാൻ കഴിയുന്നില്ല. ഫോൺ ചെയ്ത് നോക്കുമ്പോൾ മുറിക്കുള്ളിൽ നിന്നും റിംഗ് ടോൺ കേൾക്കുന്നു. അകത്ത് പോയി നോക്കിയപ്പോൾ അവിടെയും ആരുമില്ല. അപ്പോഴാണ് ഒരു രഹസ്യമുറി ഉണ്ടെന്ന് അവന് മനസ്സിലാകുന്നത്. അവൻ ആ ഭാഗത്തേക്ക് പോകുമ്പോഴായിരുന്നു ഹീറോ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നത്. അവനെ കണ്ടതും അവൻ ദേഷ്യപ്പെട്ട് നീ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിക്കുന്നു. ഷട്ടർ തുറന്ന് കിടന്നതുകൊണ്ടാണ് താൻ വന്നത് എന്ന് അവൻ പറയുന്നു. എനിക്കിപ്പോൾ മാനസികമായി ഒട്ടും ശരിയല്ലെന്നും 10 ദിവസത്തേക്ക് നീയും കവിതയും ജോലിക്ക് വരണ്ട, ശമ്പളം ഞാൻ തന്നോളാം എന്നും പറഞ്ഞ് അവനെ അവിടെ നിന്നും വിടുന്നു. അവൻ മാധവിയുടെ വീടിന്റെ വിലാസം കണ്ടെത്തി അവളുടെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയപ്പോൾ മാധവിയായിരുന്നു ഡോർ തുറന്നിരുന്നത്. ഗൗരീശങ്കറിനെ കാണാൻ വന്നതാണെന്ന് അവൻ പറയുന്നു. എന്നാൽ അയാൾ ഒരു ടൂറിലാണെന്ന് അവൾ പറയുന്നു. നിങ്ങളുടെ ഭർത്താവ് ഒരു റീഡിംഗ് ക്ലാസ് ആവശ്യപ്പെട്ടിരുന്നു, അത് ഡെലിവറി ചെയ്യാൻ വന്നതാണെന്ന് അവൻ പറയുന്നു. മാധവി ആ കണ്ണട വാങ്ങി ഒന്നും സംസാരിക്കാതെ വേഗത്തിൽ വാതിലടച്ച് അകത്തേക്ക് പോകുന്നു. 2 ദിവസം കഴിഞ്ഞ് ഗൗരീശങ്കറിന്റെ അച്ഛനും അമ്മയും മാധവിയും പോലീസ് സ്റ്റേഷനിലെത്തി ഗൗരീശങ്കർ മിസ്സിംഗ് ആണെന്ന് പരാതി നൽകുന്നു. ഇൻസ്പെക്ടർ അവരുടെ പരാതി കേൾക്കുകയും ഗൗരീശങ്കറിന്റെ അമ്മയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം തന്നെ ഹീറോ മാധവി എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ പോയത് എന്ന് അറിയാൻ വേണ്ടി അവളെ ഫോളോ ചെയ്തു പോകുന്നു. പിറ്റേന്ന് ഒരു അവസരം കിട്ടിയപ്പോൾ വീട്ടിൽ ആരുമില്ലെന്ന് ഉറപ്പാക്കി അവൻ വീടിന്റെ അകത്തേക്ക് കയറുന്നു. അവിടെ നിന്നും ഗൗരീശങ്കറിന്റെ കൊലപാതകത്തെ പറ്റി എന്തെങ്കിലും അറിയാൻ പറ്റുമോ എന്ന് അവൻ നോക്കുന്നു. അവൾ ഗൗരീശങ്കറിനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച ആയുധമോ മൃതദേഹമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവൻ നോക്കുന്നു. അങ്ങനെ അവൻ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച മൺവെട്ടി ക്ലോക്കിന്റെ അടിയിൽ നിന്നും കണ്ടെടുക്കുന്നു. അവൻ അതുമായി വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നു. അന്ന് വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയ മാധവി നോക്കുമ്പോൾ മൺവെട്ടി കാണുന്നില്ലെന്ന് മനസ്സിലാകുന്നു. എന്നാൽ അടുത്ത ദിവസം തന്നെ ഹീറോ ആ മൺവെട്ടി പാക്ക് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കുന്നു. പക്ഷെ അതൊരു സാധാരണ പെട്ടിയാണെന്ന് വിചാരിച്ച് കോൺസ്റ്റബിൾ എവിടെയോ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു. തുടർന്ന് പോലീസ് ഗൗരീശങ്കർ ജോലി ചെയ്യുന്ന സ്കൂളിലൊക്കെ എത്തിയിട്ട് അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവന്റെ വീടിനടുത്തും അവർ അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസ് ആണെങ്കിൽ ഗൗരീശങ്കറിന് ആരോടെങ്കിലും ശത്രുതയുണ്ടായിരുന്നോ എന്ന് മാധവിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ട്യൂഷൻ എടുക്കാറുള്ള സ്ഥലത്തെ ഹിന്ദി ടീച്ചറുമായുള്ള വാക്കേറ്റത്തെ കുറിച്ച് പറയുകയാണ്. ഗൗരീശങ്കർ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ പോകാറുണ്ടെന്നും അവിടെ കുട്ടികൾക്ക് ഹിന്ദി വിഷയങ്ങളും പഠിപ്പിക്കാറുണ്ടായിരുന്നു. അതേ കാര്യത്തെ ചൊല്ലി ഒരിക്കൽ ആ ഹിന്ദി ടീച്ചർ എന്റെ ഭർത്താവുമായി വഴക്കിട്ടിരുന്നു എന്ന് അവൾ പറയുന്നു. അങ്ങനെ പോലീസ് അശോക് എന്ന പേരുള്ള ആ ഹിന്ദി ടീച്ചറെ ചോദ്യം ചെയ്യുന്നു. അവൻ പ്രൈവറ്റ് ട്യൂഷൻ എടുത്തത് എനിക്ക് ഇഷ്ടമായില്ല, അതിനാലാണ് ഞാൻ വഴക്കിന് പോയതെന്ന് അവൻ പോലീസിനോട് പറയുന്നു. പ്രത്യേകിച്ച് ഒന്നും അറിയാതെ കൊണ്ട് തന്നെ പോലീസ് അവനെ വിട്ടയക്കുന്നു. എന്നാൽ ഈ സമയത്ത് താൻ ഇത്രയും തെളിവുകൾ അയച്ചിട്ടും പോലീസ് എന്തുകൊണ്ടാണ് ആക്ഷൻ എടുക്കാതെ എന്ന സംശയം ഹീറോയ്ക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഒരു ലെറ്റർ എഴുതി പോലീസ് സ്റ്റേഷനിലോട്ടേക്ക് അയക്കുന്നു. എന്നാൽ ലെറ്റർ വായിച്ച ഇൻസ്പെക്ടർ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് കോൺസ്റ്റബിളിന് മുന്നേ സ്റ്റേഷനിലോട്ട് വന്ന ഒരു പാർസലിനെ പറ്റി ഓർമ്മ വരുന്നത്. അയാൾ അത് ഇൻസ്പെക്ടറിനോട് പറയുമ്പോൾ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അവർ ആ പാർസൽ തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ നിന്നും ഒരു മൺവെട്ടി കിട്ടുന്നു. ഈ മൺവെട്ടി ഉപയോഗിച്ചാണ് കൊല നടന്നതെന്നും ഭാര്യയാണ് ഭർത്താവിനെ കൊന്നതെന്നുമെന്ന സംശയം അവിടെ ശക്തമാകുന്നു. ഈ ആ കേസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാക്കി ആരുടേതാണെന്ന് കണ്ടെത്താൻ ഇൻസ്പെക്ടർ നിർദ്ദേശിക്കുന്നു. ഇതിനിടയിൽ ഹീറോ മാധവിയെ ഫോളോ ചെയ്യുന്നുണ്ടെന്നറിഞ്ഞ ഒരാൾ ഹീറോയ്ക്ക് പാർസൽ അയക്കുന്നു. അതിനുള്ളിൽ ഹീറോ മാധവിയെ പിന്തുടരുന്ന ഫോട്ടോവും ഒരു ലെറ്ററും ഉണ്ടായിരുന്നു. അതിൽ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീയാണെന്നും നിന്നെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കും എന്നും കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ കാര്യങ്ങളെല്ലാം ആകെ കുഴഞ്ഞ് ഹീറോ സസ്പെക്ട് എന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ നീങ്ങിയിരുന്നത്. ആ രാത്രി തന്നെ എല്ലാം ഉപേക്ഷിച്ച് ഒളിച്ചോടിയാലോ എന്ന് പോലും ഡോക്ടർ ചിന്തിക്കുന്നു. ഇതേസമയം അന്നേ രാത്രി മാധവിയും അവളോടൊപ്പം ഉണ്ടായിരുന്ന സഹായിയും ഗൗരീശങ്കറിന്റെ മൃതദേഹം എടുത്തുകൊണ്ട് ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് എത്തുന്നു. അവിടെയുള്ള രഹസ്യമുറിയിൽ ബോഡി ഒളിപ്പിച്ച് രക്ഷപ്പെടാനായിരുന്നു അവരുടെ പദ്ധതി. അപ്പോഴാണ് അപ്രതീക്ഷമായി ഹീറോ അവിടെ എത്തുന്നത്. ആരോ ക്ലിനിക്കിന്റെ അകത്തുണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നു. അപ്പോൾ തന്നെ ആരോ പിന്നിൽ നിന്ന് അവന്റെ തലക്കടിച്ച് അവനെ ബോധം കെടുത്തുന്നു. അപ്പോഴാണ് മാധവിയുടെ കൂടെ ഉണ്ടായിരുന്ന സഹായി ആരാണെന്ന് കാണിക്കുന്നത്. അത് നമ്മുടെ ഹീറോയുടെ ക്ലിനിക്കിൽ തന്നെ വർക്ക് ചെയ്യുന്ന കവിതയായിരുന്നു. ബോധം തിരിച്ചു വന്ന ഹീറോ ആണെങ്കിൽ കവിതയെ കണ്ടിട്ട് ഞെട്ടിപ്പോകുന്നു. അപ്പോഴേക്കും അവിടെ പോലീസ് എത്തുകയും അവരവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെ പിടികൂടുന്നു. പോലീസ് അവരോട് എന്തിനാ നിങ്ങൾ ശങ്കറിനെ കൊലപ്പെടുത്തി എന്ന് ചോദിക്കുമ്പോഴാണ് പല രഹസ്യങ്ങളും പുറത്തു വരുന്നത്. മാധവി ചെറുപ്പത്തിൽ ഗൗരീശങ്കറിന്റെ അടുത്ത് ട്യൂഷൻ പഠിക്കാൻ വേണ്ടി പോയ കുട്ടിയായിരുന്നു. എന്നാൽ ഗൗരീശങ്കർ അവളെ ലൈംഗികമായി തെറ്റായി ഉപയോഗിക്കുന്നു. ഇത് അവളുടെ അമ്മ കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നീട് സമൂഹത്തെ പേടിച്ച് അവളുടെ അമ്മ അവനെ കൊണ്ട് തന്നെ അവളെ കല്യാണം കഴിപ്പിക്കുന്നു. അതുകൊണ്ടായിരുന്നു അവർക്കിടയിൽ വലിയ പ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത്. എന്നാൽ അതോടെയും അയാളുടെ സ്വഭാവം മാറിയിരുന്നില്ല. അയാൾ വീണ്ടും കവിതയുടെ സഹോദരിയോടും അതേ തെറ്റ് ചെയ്തു. അത് വീഡിയോ എടുത്ത് അവളെ നിരന്തരം ഭീഷണിപ്പെടുത്തി. അതിനെ തുടർന്ന് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഈ സത്യങ്ങളെല്ലാം ഒരിക്കൽ കവിത പോയി മാധവിയോട് പറയുന്നു. അന്നു മുതൽ ശരിയായ ഒരു സമയം വന്നാൽ അവനെ കൊല്ലാൻ വേണ്ടി മാധവി തീരുമാനിക്കുന്നു. അങ്ങനെയായിരുന്നു ആ രാത്രിയിൽ മാധവിയും കവിതയും കൂടി ഗൗരീശങ്കറിനെ കൊന്നത്. അവരുടെ കഥകൾ കേട്ട പോലീസിന് അവസാനം അവർ ഗൗരീശങ്കറിനെ കൊലപ്പെടുത്തിയത് പല കുട്ടികളെയും രക്ഷപ്പെടുത്താനാണെന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ ഗൗരീശങ്കറിന്റെ കേസ് മിസ്സിംഗ് കേസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുകയും അവരെ വെറുതെ വിട്ടയക്കുകയും ചെയ്യുന്നു.